4 ചക്രങ്ങളിൽ ഓടുന്ന ആ വാഹനം അനേകം ആളുകളുമായി അക്ബാരയിലേക്ക് ശരം കണക്കെ പായുകയാണ്. കോർഡോവയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അക്ബാര എന്ന ചെറിയ സ്ട്രീറ്റിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. കൊക്കേഷ്യൻ മൗണ്ടന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റുള്ള രാജ്യങ്ങൾ അധികവും അറിയപ്പെടാത്ത ഒരു കൊച്ചു സ്ട്രീറ്റാണ് അക്ബാര. കോർഡോവയിലെ ദുരൂഹതകൾ ഈ കൊച്ചു സ്ട്രീറ്റിൽ നിന്നുമാണ് തുടങ്ങുന്നത് എന്ന് കേട്ടുകേൾവി മാത്രമാണ് അലോഷിക്ക് ഉണ്ടായിരുന്നത്. മഴയുടെ മുഴുവൻ തണുപ്പും ഏറ്റെടുത്ത യാത്രയായിരുന്നു അത്. മഴ ചുംബിച്ചുണർത്തിയ കരിമ്പാറ കൂട്ടങ്ങളും പച്ചപ്പ് തൂകി നിൽക്കുന്ന മലനിരകളിൽ നിന്ന് തെന്നി നീങ്ങുന്ന നേരിയ കോടമഞ്ഞും മഴമേഘങ്ങളെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റുമൊക്കെ ഹരം പകരുന്ന കാഴ്ചകളായി അലോഷിക്ക് തോന്നി. പക്ഷെ മനസ്സിന്റെ ഏതോ കോണിൽ ഭയം അലോഷിയെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കാരണം മാർത്ത ബംഗ്ലാവിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി കണ്ടെത്താൻ പോയവരാരും തന്നെ ഇന്ന് ജീവനോടെയില്ല. പക്ഷെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാൻ ബാക്കിയില്ലെന്ന ബോധ്യം മാർത്ത ബംഗ്ലാവിലേക്കുള്ള അവന്റെ യാത്രയ്ക്ക് മനസ്സിന് അല്പമെങ്കിലും ധൈര്യം പകരുന്നുണ്ട്. തണുപ്പിൽ നിന്നും തണുപ്പിലേക്കായിരുന്നു അലോഷിയുടെ യാത്ര. ഇതുവരെ വാഹനത്തിൽ അനുഭവപ്പെട്ട തണുപ്പിന്റെ കാഠിന്യം കൂടിയിരുന്നു. നേർത്ത പുക പോലെ കോട വാഹനത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് ഉള്ളിലേക്ക് അടിച്ചു കയറി. ഭാവങ്ങളൊന്നും തീണ്ടാത്ത മുഖത്തോടെ അവൻ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് നോക്കി. നേർത്ത മഞ്ഞിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും പാത വളരെ വ്യക്തമാണ്. വാഹനത്തിന്റെ ഇരുവശത്തും കൊടും കാടാണ്. മലകയറ്റം ആരംഭിച്ചിരിക്കുന്നു. ചെങ്കുത്തായി കയറുന്ന കാട്ടുവഴിയിൽ കൂടിയാണ് ഇപ്പോൾ വാഹനം കുതിക്കുന്നത്. റോഡിന് ഇരുവശത്തും അനേകം കാട്ടുമരങ്ങൾ ഇടതൂർന്ന് പടർന്ന് പന്തലിച്ചു നിന്നിരുന്നു. കൂറ്റൻ മരങ്ങളുടെ ഇടയിലൂടെയാണ് പ്രകൃതിയെ തൊട്ടറിഞ്ഞുള്ള മലകയറ്റം. ഉൾക്കാട്ടിലേക്ക് നോക്കിയാൽ ഒന്നും വ്യക്തമല്ല. ഉൾക്കാട്ടിലെ ഇരുട്ടിൽ നിന്നും വഴി പാതയിലേക്ക് കാറ്റിനൊപ്പം സഞ്ചരിക്കുന്ന മഞ്ഞ്. അടുത്തേക്കെത്തുമ്പോൾ ശരീരം തണുത്ത് ഒന്നുറഞ്ഞു പോകും പോലെ അലോഷിക്ക് തോന്നി. തനിക്കടുത്തും നേരെ എതിർവശത്തും ഇരിക്കുന്നവർ മുഖത്ത് ഒരു ഭാവവുമില്ലാതെ എന്തൊക്കെയോ ചിന്തകളിൽ ഇരിക്കുകയാണ്. ഈ തണുപ്പ് അവർക്കൊരു ശീലമായി കാണണം. അക്ബാരയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? അലോഷിയുടെ ചോദ്യം കേട്ട വൃദ്ധൻ ആദ്യം അവനെ ഒന്ന് സംശയഭാവത്തിൽ സൂക്ഷിച്ചു നോക്കുകയാണ് ചെയ്തത്. മല കയറാൻ ഇനിയും സമയം ആവശ്യമാണ്. ചുക്കിച്ചൊളിഞ്ഞ ശരീരമുള്ള ആ വൃദ്ധന്റെ ശബ്ദം വളരെ കടുപ്പമേറിയതായിരുന്നു. പിന്നീട് മറ്റൊരു ചോദ്യവും പറച്ചിലും ഉണ്ടായില്ല. വിദൂരതയിലേക്ക് കണ്ണും നട്ട് അവൻ മയക്കത്തിലേക്ക് തെന്നി വീണു തുടങ്ങിയിരുന്നു. അക്ബാരയിലേക്ക് സ്വാഗതം. തോളിൽ വന്ന് അമർന്ന കൈകളുടെയും ആ ശബ്ദത്തിന്റെയും ഉടമ ഒരാളായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ അലോഷി മുഖമുയർത്തി ശബ്ദത്തിന്റെ ഉറവിടത്തിലേക്ക് നോക്കി. അതാ വൃദ്ധനാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയതിന് ഒരു നന്ദി വാക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ അയാൾ വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. അക്ബാര എന്ന സ്ട്രീറ്റ് വളരെ വിചിത്രമായിരുന്നു. പരസ്പരം ഒന്നും നോക്കുകയോ അധികം ഉരിയാടുകയോ ചെയ്യാത്ത മനുഷ്യർ. 100 മീറ്ററോളം മാത്രം വലുപ്പമുള്ള ആ സ്ട്രീറ്റിൽ നിരനിരയായി ഇറച്ചിക്കടകളും ചെറിയ ഹോട്ടലുകളും അടങ്ങുന്ന പീടികകളുടെ ഭിത്തികൾ വളരെ പഴക്കം ചെന്നതും നിറം മങ്ങിയതുമാണ്. മൂടൽമഞ്ഞിനെ ഒരു വികാരമായി കാണുന്നവർക്ക് 100% നീതി പുലർത്തുന്നതാണ് അന്തരീക്ഷം. അണിഞ്ഞൊരുങ്ങിയാൽ പ്രകൃതിയോളം വശ്യത മറ്റൊന്നിനുമില്ലെന്ന് വിളിച്ചു കാട്ടുന്ന പ്രദേശം. അതിനാൽ തന്നെ ആവണം കേട്ടുകേൾവിയിൽ നിന്നും അക്ബാരയിലേക്ക് വന്നെത്തുന്നവർ ചുരുക്കം ചിലരാണെങ്കിലും അവിടെ എവിടെയായി കാണാം. ശൂന്യമായ ആകാശത്ത് നിന്നും ജലകണികകൾ പെയ്തിറങ്ങുന്നുണ്ട്. അല്പം അകലെയായി അമ്പരചുംബിയെന്ന് തോന്നിപ്പിക്കുന്ന മല അവ്യക്തമായി കാണാൻ സാധിക്കുന്നു. ആ മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആവും നിത്യവും ഒരു ഇരമ്പൽ കാതുകളിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിധിയിലേക്കുള്ള അലോഷിയുടെ ആദ്യത്തെ ചുവടുവയ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനി പോകേണ്ടത് കോർഡോവൻ വനത്തിലേക്കാണ്. ദുരൂഹതകൾ ഉറങ്ങുന്ന വന്യപ്രദേശം. വഴി കൃത്യമായ ധാരണയില്ല. വഴിയെപ്പറ്റി കൂടുതൽ അറിയാനും വിശദ വിവരങ്ങൾ മനസ്സിലാക്കാനും ഏതെങ്കിലും ഒരാളെ കണ്ടെത്തുകയേ നിവൃത്തിയുള്ളൂ. ആ ലക്ഷ്യമാണ് അലോഷിയെ ആ കുതിരവണ്ടിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നെത്തിച്ചത്. പലരിൽ നിന്നും വ്യത്യസ്തമായി അയാൾ അലോഷിക്ക് നേരെ ഒരു പുഞ്ചിരി തൂകിയതാണ് തൻ്റെ സംശയ നിവാരണം പൂർത്തിയാക്കാൻ അവൻ ആ കുതിരവണ്ടിക്കാരനെ തിരഞ്ഞെടുത്തത്. വിടർന്ന തിളങ്ങുന്ന കണ്ണുകളും തുടുത്ത കവിളുകളും തിളങ്ങുന്ന നീണ്ട മുടിയുമുള്ള ആ മധ്യവയസ്കൻ അക്ബാരയിലെ മറ്റുള്ളവരിൽ നിന്നും മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് അലോഷിക്ക് തോന്നിച്ചു. ആ തിളങ്ങുന്ന കണ്ണുകൾ കള്ളം പറയില്ലെന്ന് അലോഷിക്ക് തോന്നി. തണുത്ത പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വശ്യമായ ചിരി തൂകിയ ആ മധ്യവയസ്കന്റെ അടുത്തേക്ക്
അവൻ പതിയെ ചുവടുകൾ വെച്ചു. താങ്കൾ എനിക്കൊരു സഹായം ചെയ്യാമോ? അലോഷ്യയുടെ ആ ചോദ്യത്തെ അയാൾ ഒരു പുഞ്ചിരിയോടെ തന്നെ മറുപടി പറയാൻ ശ്രമിച്ചു. എന്താണ് സുഹൃത്തെ വേണ്ടത്? എനിക്ക് കോർഡോവൻ വനത്തിലെ ബംഗ്ലാവിലേക്കാണ് പോകേണ്ടത്. താങ്കൾക്ക് എന്നെ അവിടെ എത്തിക്കാനാകുമോ? അയാളുടെ മുഖം മാറിയിരുന്നു. തിളങ്ങുന്ന കണ്ണുകളിൽ ഇപ്പോൾ ഭയം മാത്രം. പുഞ്ചിരി തൂകിയ ചുണ്ടുകളിൽ വിറയൽ മാത്രം അവശേഷിക്കുന്നു. അയാളുടെ മറുപടി എന്താകുമെന്ന ആകുലതയിലായിരുന്നു അവൻ. എന്തോ കഠിനമായ ചിന്തയിലാണ് അയാൾ. ശരി, താങ്കളെ അവിടെ എത്താൻ ഞാൻ സഹായിക്കാം. പക്ഷേ ചില നിബന്ധനകളുണ്ട്. എന്തായിരുന്നാലും എനിക്ക് സമ്മതമാണ്. അയാളുടെ നിബന്ധനകൾ എന്താണെന്ന വേവലാതി ഉണ്ടായിരുന്നെങ്കിലും അലോഷിക്ക് ഇങ്ങനെ പറയുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. എനിക്ക് സാധാരണ ഉള്ളതിൽ നിന്നും 3 ഇരട്ടി പണം വേണം. അത് മാത്രമായിരുന്നു അയാളുടെ ആവശ്യം. പറഞ്ഞ തുക വളരെ വലുതായിരുന്നെങ്കിലും അത് സമ്മതിക്കാൻ അലോഷി തയ്യാറായി. തണുപ്പ് വീണ്ടും കൂടിയിരിക്കുന്നു. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി. വരൂ, നമുക്ക് യാത്ര തിരിക്കാം. 2 കുതിരകളെ പൂട്ടിയ ആ വാഹനം കോർഡോവയിലേക്ക് ലക്ഷ്യം വെച്ച് പാഞ്ഞു. കുറച്ചു നേരമായി വാഹനത്തിൽ നിന്നും കുതിരക്കുളമ്പടിയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. താങ്കളുടെ പേരെന്താണ്? വില്യം. തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ അയാൾ പറഞ്ഞു നിർത്തി. പക്ഷെ അലോഷിക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു വാഹനത്തിന് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു ഇടുങ്ങിയ മൺപാതയിലൂടെയാണ്. ഇരുവശങ്ങളിലായി ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങളും മുള്ളുകൾ നിറഞ്ഞ കുറ്റിച്ചെടികളും മാത്രം. അപ്പോഴാണ് അലോഷി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അക്ബാരയിൽ നിന്നും താൻ കണ്ട കോടമഞ്ഞിനാൽ മൂടപ്പെട്ട ആ മലയെയാണ് കുതിരവണ്ടി ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ അല്പമെങ്കിലും വ്യക്തതയോടെ ആ മല കാണാൻ കഴിയുന്നുണ്ട്. കാതുകളിൽ ഇരമ്പൽ സമ്മാനിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കൂടിയിരിക്കുന്നു. ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴിയിൽ മനുഷ്യ സാന്നിധ്യം അധികമില്ലായിരുന്നെങ്കിലും പ്രകൃതിയുടെ വശ്യത അലോഷിയുടെ മനസ്സിൽ ഭയമെന്ന വികാരത്തെ മാറ്റി നിർത്തിയിരുന്നു. വില്യം യാതൊരു മിണ്ടാട്ടവുമില്ലാതെ കുതിരവണ്ടി ഓടിക്കുന്ന തിരക്കിലാണ്. വാഹനത്തിന്റെ വേഗത ഒന്ന് കുറഞ്ഞു. പൂർണ്ണമായും നിശ്ചലമായിരിക്കുന്നു. എന്തിനാണ് ഇയാൾ ഇവിടെ വണ്ടി നിർത്തിയത്? ഈ ചിന്ത അലോഷിയിൽ വേവലാതി സൃഷ്ടിച്ചു. വരൂ, ഇറങ്ങൂ. ഇനി ഇവിടെ നിന്നും അങ്ങോട്ട് മനുഷ്യ സാന്നിധ്യം തീരെ ഉണ്ടാവില്ല. ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ചില സാധനങ്ങളും കയ്യിൽ കരുതേണ്ടതുണ്ട്. ഇത് പറഞ്ഞ് വില്യം ഒരു ചെറിയ കടയിലേക്ക് വിരൽ ചൂണ്ടി. വളരെ ചെറിയൊരു കട. വയസ്സായ ഒരു സ്ത്രീ മാത്രമാണ് അവിടെ ഉള്ളത്. അലോഷി ഭക്ഷണം കഴിക്കുമ്പോൾ വില്യം എന്തൊക്കെയോ ആ സ്ത്രീയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഒരു ദയനീയ ഭാവത്തിൽ വൃദ്ധ അലോഷിയെ ഒന്ന് നോക്കി. ശേഷം ഒരു പൊതിക്കെട്ട് സ്ത്രീയുടെ കയ്യിൽ നിന്നും വില്യം ഏറ്റുവാങ്ങി. അലോഷി വൃദ്ധയ്ക്ക് പണം നൽകുമ്പോൾ ആ പൊതിക്കെട്ടിന്റെ പണം കൂടി അവർ കൈപ്പറ്റിയിരുന്നു. ഇനി സൂക്ഷിക്കണം. അപകടങ്ങൾ വേട്ടയാടുന്ന പ്രദേശത്തു കൂടിയാണ് ഇനി നമ്മളുടെ യാത്ര. അതെന്താ വില്യം? മറുപടി മൗനം മാത്രമായിരുന്നു. കുതിരവണ്ടി വീണ്ടും കോർഡോവയിലേക്ക് ചലിച്ചു തുടങ്ങി. മുമ്പ് ചോദിച്ചതിന്റെ ഉത്തരം അലോഷിയോട് അയാൾ പറഞ്ഞു തുടങ്ങി. നിധി തേടിയാവും യാത്ര. താങ്കൾക്ക് കഴിയുമെങ്കിൽ കോർഡോവയെ പറ്റി വിശദ വിവരങ്ങളൊന്ന് പറയാമോ? ഭയത്തോടെ ഒരു വിറങ്ങലിക്കുന്ന ശബ്ദത്തിൽ വില്യം അത് പറഞ്ഞു തുടങ്ങി. മരണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാടും ബംഗ്ലാവും നമ്മളെ മരണത്തിലേക്ക് ക്ഷണിച്ചാലോ? ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? പക്ഷേ അങ്ങനെ ചിലതുണ്ട്. മരണം, ഈ സുന്ദരമായ ലോകം നമുക്ക് നഷ്ടമാകുന്ന നിമിഷം. ഒരു ഞെട്ടലോടെ അലോഷിക്കത് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. എന്താ അങ്ങനെ പറഞ്ഞത്? പല രീതിയിൽ പല കാലങ്ങളിൽ നമ്മളിൽ ഓരോരുത്തർക്കും മരണം സംഭവിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കോർഡോവയിലെ നിവാസികളുടെ അത്യാഗ്രഹം മൂലം വിചിത്രമായി പോയ ഒരു കൊലയാളിക്കാടാണ് കോർഡോവ. കോർഡോവൻ കാടിനുള്ളിലാണ് മരണത്തിന്റെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന മാർത്തയുടെ ബംഗ്ലാവ്. തിങ്ങി നിറഞ്ഞ വൃക്ഷങ്ങളുടെ കൂട്ടം, നിശബ്ദത തിങ്ങിയ പടുകൂറ്റൻ വൃക്ഷങ്ങൾ, അവിടെവിടെയായി ആളൊഴിഞ്ഞ പാർപ്പിടങ്ങൾ, ഇടിഞ്ഞു വീഴാറായ പള്ളിയും ശവപ്പറമ്പും. കോർഡോവയിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പിലും മരണത്തിലേക്കുള്ള അകലം കുറയുകയാണ് ചെയ്യുന്നത്. വാഹനം വീണ്ടും നിന്നിരിക്കുന്നു. സംസാരം നിർത്തി വില്യം തന്റെ കയ്യിലുള്ള പൊതിക്കെട്ട് തുറന്നു. ശേഷം വാഹനത്തിൽ നിന്നും ഇറങ്ങി. സമയം ഇരുട്ടിനോടടുത്തിരുന്നു. വില്യം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള കൗതുകം അലോഷിയെയും വാഹനത്തിൽ നിന്നും ഇറക്കി. പൊതിക്കെട്ടുമായി അയാൾ സമീപത്തുള്ള ഒരു വലിയ കുളക്കരയിലേക്കാണ് പോയത്. 100 മീറ്റർ വ്യാസമുണ്ടെന്ന് തോന്നിപ്പിച്ച ആ കുളത്തിന് ചുറ്റും ചതുപ്പാണ്. ചുറ്റുവട്ടത്തെ കാട്ടുമരങ്ങളുടെ നിഴൽ കുളത്തിൽ ഓളമിട്ട് നൃത്തമാടുന്നുണ്ട്.
മരങ്ങളും പാറക്കെട്ടുകളും എല്ലാം മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ഒരുപക്ഷെ മണ്ണിൽ പൂർണ്ണമായും താഴ്ന്നു പോയേക്കാമെന്ന് വരെ തോന്നിപ്പിച്ചു. പേരറിയാത്ത ഏതോ വൃക്ഷത്തിന്റെ ലൈലാക് നിറത്തിലുള്ള പൂവുകൾ കുളത്തിലും പരിസരത്തും മെത്ത വിരിച്ചിരിക്കുന്നു. കറുത്തിരുണ്ട മരങ്ങൾക്കൊരു മനുഷ്യമുഖം സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. വേണ്ടി വന്നാൽ ചലിക്കാനും കാർന്നു തിന്നാനും അവയ്ക്ക് കഴിയുമെന്ന് അലോഷിക്ക് തോന്നി. വില്യം തൻ്റെ കയ്യിലുള്ള പൊതിയുമായി കുളത്തിനടുത്തുള്ള ഒരു വലിയ പാറക്കെട്ടിനെ ലക്ഷ്യമാക്കി നടന്നു. വില്യം ആ പൊതി അവിടെ ഉപേക്ഷിച്ച ശേഷം ധൃതിയിൽ വാഹനത്തെ ലക്ഷ്യം വെച്ച് കുതിച്ചു. എന്താണത്? സംശയരൂപേണയുള്ള അലോഷിയുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറയാൻ കൂട്ടാക്കിയില്ല. അയാൾ എന്തോ ഭയക്കുന്നു. വേഗം വാഹനത്തിൽ കയറൂ, അതൊരു ആജ്ഞ പോലെ അലോഷിക്ക് തോന്നിച്ചു. വാഹനം വീണ്ടും യാത്ര തുടർന്നു. മുമ്പുള്ളതിൽ നിന്നും അല്പം വേഗത കൂടിയോ എന്ന് അലോഷിക്ക് തോന്നിത്തുടങ്ങി. അത് ആത്മാക്കളുടെ സംതൃപ്തിക്കായി കുന്തിരിക്കവും തകിടുകളും ഭക്ഷണവുമാണ്. യാത്രാമധ്യേ ആത്മാക്കളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതൽ സമയം ആ സ്ഥലത്ത് ചെലവഴിച്ചാൽ മനുഷ്യജീവനുകൾ അവിടെ വലിയ വൃക്ഷം എന്നതുപോലെ ഉറച്ചു പോകും. മണ്ണിലേക്ക് ആഴ്ന്നുകൊണ്ടേയിരിക്കും. പിന്നീട് ഒരു മരമായി വീണ്ടും മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങും. വൈകി വന്ന മറുപടി അലോഷിയുടെ മനസ്സിൽ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചു. അവിടെയുള്ള അപൂർവം ചില മരങ്ങളിൽ ഒരു മനുഷ്യരൂപം തോന്നിച്ചതുമാണ്. പക്ഷെ ആത്മാക്കൾ എന്നത് ഒരു തോന്നലല്ലേ എന്ന ചിന്ത പിന്നീട് അവൻ്റെ മനസ്സിൽ ഒരു പുച്ഛഭാവമാണ് നൽകിയത്. വില്യം വീണ്ടും തുടർന്നിരുന്നു. മാർത്തയുടെ ബംഗ്ലാവിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇന്ന് മരണത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന മാർത്ത അന്നൊരു പാവം സ്ത്രീയായിരുന്നു. കോർഡോവയിൽ തന്നെ ജനിച്ചു വളർന്ന ലൂയിസ് എന്ന മാന്ത്രികന്റെ മകളാണ് അവൾ. തൻ്റെ ഏക മകളോടുള്ള സ്നേഹം അയാൾ തൻ്റെ ബംഗ്ലാവിന് മാർത്ത എന്ന പേര് നൽകി പുറം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ലൂയിസ് തൻ്റെ അതീന്ദ്രിയ ശക്തികളാൽ ആത്മാക്കളോട് സംസാരിച്ചിരുന്നു. താൻ വിളിച്ചു വരുത്തുന്ന ആത്മാക്കളുടെ ആഗ്രഹം സാധിപ്പിച്ച് മോക്ഷം കൊടുക്കുന്ന വഴി ലൂയിസിന് അവർ പല തന്ത്രവിദ്യകളും അറിവുകളും സമ്മാനമായി നൽകുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ സിദ്ധികളെല്ലാം വെച്ച് അയാൾ കോർഡോവയിലെ സാധുക്കൾക്ക് സഹായങ്ങളുമായി എന്നും മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നു. നാടിന് പ്രിയപ്പെട്ടവൻ. അസമയങ്ങളിൽ മാർത്തയും കൂട്ടി ശവപ്പറമ്പങ്ങളിലേക്ക് പോകുന്നത് ലൂയിസിന് പതിവായിരുന്നു. ഇരുട്ടിൽ തൻ്റെ മകളെയും കൊണ്ട് കാടുകൾക്കുള്ളിൽ യാത്ര ചെയ്യുന്നത് പലരും കണ്ടിരുന്നു. എന്നിട്ട് അലോഷിയുടെ ചോദ്യത്തിന് ആകാംക്ഷയുടെ ധ്വനി തെളിഞ്ഞു നിന്നിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അന്ന് മാർത്തയുടെ 20ാമത്തെ ജന്മദിനമായിരുന്നു. അന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ലൂയിസ് വിളിച്ചു വരുത്തിയ ഒരു സാധു സ്ത്രീയുടെ ആത്മാവ് ആഗ്രഹസാധ്യത്തിന് ശേഷം അയാൾക്ക് പറഞ്ഞു കൊടുത്തത് മാർത്ത ബംഗ്ലാവിൻ്റെ അതിർത്തിയിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ആ നിധിയെപ്പറ്റിയാണ്. ആ നിധി എന്താണെന്ന് ലൂയിസിലും മാർത്തയിലും മാത്രം ഒതുങ്ങി നിന്നു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. വിലമതിക്കാനാവാത്ത സ്വർണങ്ങളും രത്നങ്ങളുമാണ് ആ നിധിയെന്ന് എങ്ങനെയോ കാട്ടുതീ പോലെ കോർഡോവയിൽ എങ്ങും പടർന്നു. കോർഡോവൻ നിവാസികളുടെ മറ്റൊരു മുഖമാണ് ലൂയിസ് പിന്നീട് കാണുന്നത്. നിധി കൈക്കലാക്കാനായി അവരിലെ ചില ദുഷ്ടന്മാർ ലൂയിസിനെ ചതിയിലൂടെ കൊലപ്പെടുത്തി. കൊന്നെങ്കിലും നിധി എവിടെയെന്ന് മാത്രം അവർക്ക് കണ്ടുപിടിക്കാനായില്ല. പക്ഷെ മാർത്തയ്ക്ക് ആ നിധി എവിടെയാണെന്ന് അറിയാമായിരുന്നു. ആ അറിവ് അവളുടെ ജീവിതത്തിന് ഒരു ഭീഷണിയായി. പിതാവിൻ്റെ മരണത്തിൽ സ്തംഭിച്ചു പോയ അവൾ പിന്നീടൊന്ന് ഉരിയാടുകയോ പുറത്തേക്കൊന്ന് നോക്കുകയോ പോലും ചെയ്തില്ല. അവളെ നാളുകളോളം ബംഗ്ലാവിലെ തന്നെ ഇരുട്ടറയിൽ പൂട്ടിയിട്ട് നിധിക്കായി അവളെ ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവൾ ഇരുട്ടിനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. ഉപേക്ഷിച്ചു കിടന്ന തൻ്റെ ഡയറിയിൽ അവൾ ഓരോന്നായി കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. തന്നെ അനാഥയാക്കിയ കോർഡോവൻ നിവാസികളോടും ആ നാടിനോടും പ്രതികാരം മൂത്ത അവൾ ഒരു ഭ്രാന്തിയായി മാറിത്തുടങ്ങി. ഒടുവിൽ അവൾ നിധിയുടെ ഒളിത്താവളം പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി. അതിനായി 3 ദിവസങ്ങൾ അവൾ ആവശ്യപ്പെട്ടു. 3 ദിവസങ്ങൾ കഴിഞ്ഞ് ആ ഇരുട്ടറ തുറക്കുമ്പോൾ അഴുകി തുടങ്ങിയ ശരീരവുമായി അവൾ ചലനമറ്റ് കിടക്കുന്നതാണ് അവർ കാണുന്നത്. പക്ഷെ രക്തത്തുള്ളികളാൽ അവൾ ആ ചുവരിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിങ്ങൾക്കാവശ്യമുള്ള ആ നിധി ഇവിടെ ഈ ബംഗ്ലാവിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അന്ന് ആ ദിവസം തന്നെ ബംഗ്ലാവിലേക്ക് വന്ന അവർ അത്രയും പേർ കൊല ചെയ്യപ്പെട്ടു. പിന്നീട് സംഭവിച്ചത് കോർഡോവയിലെ ഓരോ വ്യക്തികളും മരിച്ചു വീഴുന്നതാണ്. അത്യാഗ്രഹം മൂത്ത് അവിടെ എത്തുന്നവരെയെല്ലാം ഏതോ ഒരു അദൃശ്യ ശക്തി ക്രൂരമായി കൊന്നൊടുക്കി. അവളുടെ മരണത്തിൽ നിന്നും കാടും ബംഗ്ലാവും വല്ലാതെ മാറിപ്പോയിരുന്നു. കാട്ടിലെ കുറ്റിച്ചെടികളിൽ വിഷമുള്ളുകൾ നിറഞ്ഞു. ചെന്നായ്ക്കളുടെ ഊരിയിടൽ എങ്ങും മുഴങ്ങിക്കേട്ടു. പതിയെ കോർഡോവയിൽ നിന്നും ആളുകൾ ഒഴിവായി തുടങ്ങി. അങ്ങനെ അവിടെ അനാഥമായി. എന്തെന്നറിയാത്ത ആ നിധി തേടി അവിടേക്ക് പലരും പിന്നീട് പോയി.
അവരെല്ലാം അവിടെ തന്നെ ക്രൂരമായി കൊല്ലപ്പെട്ടു. നിധിക്കായി ചെന്നവർ ആരും ബംഗ്ലാവിന്റെ വലിയ കവാടത്തിന് പുറത്തേക്ക് തിരിച്ചെത്തിയില്ല. ഏവർക്കും അജ്ഞാതമായ നിധി ഇന്നും അവിടെ ഭദ്രം. അവിടേക്ക് പോയവരിൽ ചിലർ യാത്രാമധ്യേ തന്നെ മരിച്ചു വീണു. കോർഡോവയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയുള്ള തിയേഗ എന്ന സ്ഥലത്തു നിന്നുമാണ് അവർ മരണമടഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ എത്തി കൂടുതൽ സമയം നിന്നാൽ ഏതൊരു ജീവനും തനിയെ ശരീരം വെടിയും. ആത്മാക്കളെ പ്രീതിപ്പെടുത്താനായി ഭക്ഷണവും തകിടും ആ കുളക്കരയിൽ നിക്ഷേപിച്ചാൽ ഈ ശല്യം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം. ഇപ്പോൾ എൻ്റെ ജീവനും അപകടത്തിലാണ്. എന്നിട്ടും ഞാൻ വന്നത് പണത്തിനുള്ള എൻ്റെ ആവശ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. താങ്കൾക്ക് ഭക്ഷണം വിളമ്പിയ ആ വൃദ്ധ എൻ്റെ അമ്മയാണ്. ഇതെല്ലാം ഒരു ഞെട്ടലോടെയാണ് അലോഷി കേട്ടത്. ഒരു നിമിഷം രക്തം തണുത്തുറഞ്ഞു പോയതുപോലെ തോന്നിപ്പോയി. സമയത്തെ പൂർണ്ണമായും ഇരുട്ട് ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംസാരത്തിനിടയിൽ എപ്പോഴോ വില്യം കത്തിച്ച റാന്തൽ വിളക്ക് കുതിരവണ്ടിയുടെ മുമ്പിൽ തന്നെ തൂക്കിയിട്ടിരുന്നു. മുമ്പോട്ടുള്ള വഴിയിലെ ഇരുട്ട് കീറിമുറിക്കാൻ ആ വിളക്ക് പോരായിരുന്നു എന്നാണ് അലോഷിക്ക് തോന്നിയത്. നരകത്തിലേക്ക് എന്ന പോലെ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴിയിലെ ഇരുട്ട് പൂർണ്ണമായും മാറ്റാൻ അതിന് കഴിയുന്നില്ല. മങ്ങിയ വെളിച്ചം. അല്ല, താങ്കളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അലോഷിയോടുള്ള ചോദ്യത്തിന് അല്പസമയം മൗനം സമ്മാനിച്ചതിന് ശേഷമാണ് വില്യമിന് തൃപ്തികരമല്ലാത്ത ആ മറുപടി ലഭിക്കുന്നത്. ഞാനൊരു പ്രധാനപ്പെട്ടവനല്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കാനോ എൻ്റെ മരണത്തിൽ വിലപിക്കാനോ എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനോ ഈ ലോകത്തിൽ ആരുമില്ല എന്നത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് പിന്നിലുള്ള കഥ മറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ല, ആത്മാക്കളുടെ താഴ്വര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതുവരെ ഒരു അപകടമോ സൂചനയോ ലഭിച്ചില്ലല്ലോ വില്യം. അലോഷിയുടെ പുച്ഛഭാവം ആ ചോദ്യത്തിൽ തന്നെ തെളിഞ്ഞു നിന്നിരുന്നു. തിയേഗ എത്താറായിരിക്കുന്നു. നമുക്ക് അവിടെ നിന്നും അപകടങ്ങളെ പ്രതീക്ഷിക്കാം. അവരെത്തും. അവരെ തരണം ചെയ്യുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ കർത്തവ്യം. ഇരുട്ടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം അല്പം കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. ചീവീടുകളുടെ കാതടുപ്പിക്കുന്ന ശബ്ദം ഉൾക്കാട്ടിൽ നിന്നും ഒഴുകിയെത്തി. അപ്പോഴാണ് അലോഷി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. എവിടെ നിന്നോ രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നുണ്ട്. അഴുകിയ മാംസത്തിന്റെ രൂക്ഷഗന്ധം. അന്തരീക്ഷം മാറാൻ തുടങ്ങിയിരിക്കുന്നു. മരങ്ങൾ നൃത്തമാടി കാറ്റിനെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കുതിരകൾ അപൂർവമായ ശബ്ദത്തിൽ കരയാൻ തുടങ്ങിയിരിക്കുന്നു. അവ ഇനി സഞ്ചരിക്കാൻ കൂട്ടാക്കുന്നില്ല. വില്യം കുതിരയെ ശക്തിയായി പ്രഹരിച്ചുകൊണ്ട് യാത്ര തുടരാൻ ശ്രമിക്കുകയാണ്. അവ എന്തിനെയോ ഭയക്കുന്നു. വില്യം, എന്താണ്? എന്തു പറ്റി? അറിയില്ല സുഹൃത്തെ. കുതിരകൾ വല്ലാതെ ഭയക്കുന്നുണ്ട്. ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന ഏത് കാര്യവും ഏത് ശക്തിയെയും ആദ്യം തിരിച്ചറിയുന്നത് മൃഗങ്ങളാണല്ലോ. നമുക്കിവിടെ നിന്നും എത്രയും വേഗം മുമ്പോട്ട് കുതിച്ചേ പറ്റൂ. തിയേഗയുടെ അതിർത്തി എത്തിയിരിക്കുന്നു. വില്യം പറഞ്ഞത് ശരിവെക്കുന്നതായിരുന്നു തിയേഗയിലെ അനുഭൂതി. ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തിന് വരെ വല്ലാത്തൊരു അസ്വസ്ഥത. കാറ്റ് അതിൻ്റെ ഉഗ്രരൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ശക്തമായ കാറ്റ് കുതിരവണ്ടിയിലേക്ക് മലച്ചു തള്ളി. ദുർഗന്ധത്തിൻ്റെ രൂക്ഷത കൂടിയിരിക്കുന്നു. മഞ്ഞിൻ്റെ ഭാവം വളരെ കഠിനമുള്ളതായി തീർന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. മഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ടൊരു സ്ത്രീ രൂപം വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തി അവൾ വണ്ടിയുടെ അടുത്തായി വന്നു നിന്നു. കിതച്ചുകൊണ്ട് അവൾ എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. എന്നെ സഹായിക്കണം, വഴിതെറ്റി പെട്ടുപോയതാണ് ഞാൻ. സർവാംഗ സുന്ദരിയായിരുന്നു അവൾ. ആരെയെ മോഹിപ്പിക്കുന്ന വശ്യത, മാൻപേട മിഴികൾ, തേനൂറും ചുണ്ടുകൾ, ഒരു ദേവത. ആരും ഒരു നിമിഷം അവളുടെ സൗന്ദര്യത്തിൽ അലിഞ്ഞു ചേരും. സാധ്യമല്ല, നിനക്ക് പോകാം. നിന്നെ തേടി വന്നതല്ല ഞങ്ങൾ. വില്യം കൊടുത്ത മറുപടി അലോഷിക്ക് തീരെ ദഹിച്ചില്ല. എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ കുതിരയെ അതിവേഗം പായിച്ചിരുന്നു. വില്യം, താങ്കൾ എന്താണ് ചെയ്യുന്നത്? ഈ കൊടുങ്കാറ്റിൽ ആ സ്ത്രീയെ ഒറ്റപ്പെടുത്തി പോകാൻ എങ്ങനെ മനസ്സ് വരുന്നു? സുഹൃത്തെ, ആ സ്ത്രീയെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. തിരിഞ്ഞു നോക്കി അലോഷി കാണുന്നത് ആ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. അവൾക്ക് ചുറ്റും ഒരു പ്രകാശം തെളിഞ്ഞു നിന്നിരുന്നു. അവളുടെ സൗന്ദര്യം ഇല്ലാതായിരിക്കുന്നു. വികൃതമായ മുഖവും രക്തം വാർന്നൊഴുകുന്ന കണ്ണുകളുമായി ഒരു ഹിംസ മൃഗത്തെ പോലെ അവൾ വില്യമിനെയും അലോഷിയെയും നോക്കി വെള്ളമിറക്കുകയാണ്. ഇരയെ കിട്ടാത്ത ഹിംസമൃഗം മഞ്ഞിൽ തന്നെ അലിഞ്ഞില്ലാതായി. ആത്മാക്കൾ പല രൂപത്തിലും വരും. കാറ്റായും മൃഗമായും മഞ്ഞായും അവരെത്തും. ഭയപ്പെട്ടാൽ നമ്മളുടെ യാത്ര ഇവിടെ അവസാനിക്കും. അവയെ ആട്ടിപ്പായ്ക്കുകയാണ് വേണ്ടത്. അലോഷിയുടെ ഉള്ളിലെ നിരീശ്വരവാദം പൂർണ്ണമായും അസ്തമിച്ചിരുന്നു. ഇപ്പോൾ അവൻ്റെ ഉള്ളു ഭയക്കുന്നു. എത്രയും വേഗം തിയേഗ അതിർത്തി കടക്കണം. അസ്വസ്ഥത കൂടിയിരിക്കുന്നു. അവരുടെ വായിൽ നിന്നും രക്തം പൊടിയാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇവിടുത്തെ ഓരോ ശ്വാസവും വിഷമാണെന്ന് അലോഷിക്ക് തോന്നി. പ്രാണൻ നിലയ്ക്കും എന്ന് തോന്നിച്ച ആ നിമിഷമാണ് ജീവൻ ഉണർത്തുന്ന ആ നല്ല വായു ഹൃദയത്തിന് സമ്മാനിക്കാൻ അവർക്ക് സാധിച്ചത്. പേടിക്കേണ്ട, നമ്മൾ അതിർത്തി കഴിഞ്ഞെന്നാണ് തോന്നുന്നത്.
വില്യം കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ അലോഷിയുടെ മുഖത്തൊരു ആശ്വാസഭാവം നിഴലിച്ചു നിന്നു. ഇനിയാണ് കോർഡോവ. ഒരു ഞെട്ടലോടെ അത് അലോഷിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. സുഹൃത്തെ, താങ്കൾ ഈ കണ്ടതൊന്നും ഒരു അപകടമായി കാണണ്ട. കോർഡോവൻ വനത്തിലേക്ക് കയറിയാൽ ദുഷ്ടശക്തികളുടെ കെണിവയ്ക്കൽ തീർച്ചയായും ഉണ്ടാവും. അഥവാ നിങ്ങൾക്ക് ബംഗ്ലാവിലെത്താൻ കഴിഞ്ഞാൽ എവിടെയെന്ന് പോലും അറിയാത്ത ആ അജ്ഞാത നിധി എങ്ങനെ കണ്ടെത്തും? കിതച്ചുകൊണ്ട് വില്യം അത് പറഞ്ഞു നിർത്തുമ്പോൾ കോർഡോവൻ വനത്തിൽ നിന്നും നായ്ക്കൾ ഓരിയിട്ട് സൂചന നൽകി. ഒരുപക്ഷെ അവ സ്വാഗതം ചെയ്യുകയായിരിക്കുമെന്ന് അവർക്ക് തോന്നി. എനിക്ക് പോകണം വില്യം. ഞാൻ പറഞ്ഞില്ലേ, മറഞ്ഞിരിക്കുന്ന എൻ്റെ ജീവിതം. ഇനി അതിനൊരു കുതിപ്പുണ്ടാവണമെങ്കിൽ എനിക്ക് ആ നിധി കണ്ടുപിടിച്ചേ പറ്റൂ. അലോഷിയുടെ മറുപടി കേട്ട വില്യം വിറയൽ മാറാത്ത ഹൃദയത്തോടെ കോർഡോവ ലക്ഷ്യം വെച്ച് തുടങ്ങിയിരുന്നു. ചെന്നായ്ക്കളും വെള്ളച്ചാട്ടവും ഇരുട്ടിൽ നിന്നും പുക പോലെ വന്നടിക്കുന്ന മൂടൽ മഞ്ഞും അവർക്ക് സ്വാഗതം എന്നവണ്ണം ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അതികഠിനമായ ഇരുട്ടിനെയും മൂടൽ മഞ്ഞിനെയും ഇരുട്ടിൽ നിന്നും ആർത്തലയ്ക്കുന്ന ഭീകര ശബ്ദങ്ങളും താണ്ടി വില്യം കുതിരവണ്ടി നിർത്തുന്നത് കോർഡോവൻ അതിർത്തിക്ക് മുമ്പിലാണ്. ഭയം തിങ്ങിയ മുഖത്തോടെ വില്യം പതർന്ന ശബ്ദത്തിൽ അലോഷിയോട് പറഞ്ഞു, ഇവിടെ എത്തിക്കാമെന്നേ ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ കടമ പൂർത്തിയായിരിക്കുന്നു. ഇനി കുതിരവണ്ടി കാടിനുള്ളിലേക്ക് പോകില്ല. പക്ഷെ സുഹൃത്തെ, ഇത് അനിവാര്യമാണോ? അലോഷിയുടെ മുഖത്ത് നിശബ്ദത മാത്രം തങ്ങി നിന്നു. വില്യം, എനിക്ക് പോകുക മാത്രമേ നിവൃത്തിയുള്ളൂ. എനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം ഇതിനായി ഞാൻ ഒഴിവാക്കിയതാണ്. ഇതിനായി മാത്രം. വില്യം എത്രയും വേഗം താങ്കളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആ അമ്മയുടെ അടുത്തേക്ക് എത്തണം. പറഞ്ഞുറപ്പിച്ച് പണം കൈപ്പറ്റിയ ശേഷം മൗനാനുവാദം നൽകുകയെ വില്യമിന് നിവൃത്തിയുണ്ടായിരുന്നുവോ? ഇതിനു മുകളിലേക്ക് ഞാൻ ഒന്നും പറയുന്നില്ല. വരാൻ പോകുന്ന അപകടങ്ങളെ തരണം ചെയ്ത് വിജയം കണ്ടെത്തുക. ഉൾക്കാട്ടിലാണ് ഏറെ പ്രശ്നം. മാർത്ത ബംഗ്ലാവിലേക്ക് കോർഡോവൻ കാട് വഴി എത്തുക എന്നതൊരു മരണക്കളിയാണ്. കരികിലുകൾക്ക് കീഴേ പതിയിരിക്കുന്ന ചതുപ്പ് നിലങ്ങളെ സൂക്ഷിക്കുക. കാടിനുള്ളിൽ തന്നെ വാസസ്ഥലം കണ്ടുപിടിക്കാതിരിക്കുക. നിങ്ങൾക്കായി കാത്തിരിക്കാൻ ഞാൻ ഉണ്ടാകും അക്ബാരയിൽ. വില്യമിന്റെ വാക്കുകളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം അലോഷി വില്യം തനിക്ക് സമ്മാനിച്ച റാന്തൽ വിളക്കിന്റെ സഹായത്തോടെ കോർഡോവൻ കാട്ടിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു തുടങ്ങിയിരുന്നു. ഒരു നിസ്സഹായതോടെ മഞ്ഞിലേക്ക് നടന്നകുന്ന അലോഷിയെ അയാൾ ദയനീയ ഭാവത്തിൽ കൺമറയുവോളം നോക്കി നിന്നതിന് ശേഷം അക്ബാരയിലേക്ക് വാഹനം തിരിച്ചു. വില്യം പറഞ്ഞതിനെയെല്ലാം ശരിവെക്കുന്നതായിരുന്നു കോർഡോവയിലെ കാഴ്ച. പകൽ പോലും സദാ വെളിച്ചം തൊടാത്ത കാനന വീഥികളിൽ ഇപ്പോൾ ഇരുട്ടിന്റെ കാഠിന്യം വളരെ കൂടുതലാണ്. വളർന്ന ആകാശമുട്ടയെന്ന് തോന്നിച്ച മരങ്ങളിൽ പലതും ഉള്ളു പൊള്ളയായതും ഒരാൾക്ക് അതിൽ സുഖമായി വിശ്രമിക്കാൻ കഴിയുന്നതുമാണ്. മരത്തലപ്പുകൾക്ക് മുകളിൽ ഒരു കുട പോലെ വിരിഞ്ഞു കിടക്കുന്ന ചില്ലകൾക്കിടയിലൂടെ അവ്യക്തമായി കാണപ്പെട്ട ചന്ദ്രന് ഏതു രൂപമാണെന്ന് കണ്ടെത്തുക അസാധ്യമാണ്. തിങ്ങി നിറഞ്ഞ വൻമരങ്ങൾക്കിടയിലൂടെ ഉൾക്കാട്ടിൽ നിന്നും നായ്ക്കളുടെ ഓരിയിടലിന്റെ അകമ്പടിയോടെ പുക പോലെ മഞ്ഞ് വന്ന് വഴിയെ മറച്ചുകൊണ്ടിരുന്നു. ആകാശത്തിലെ മേഘക്കെട്ടുകൾക്കുള്ളിൽപ്പെട്ട ഒരവസ്ഥയായിരുന്നു അലോഷിക്ക്. തനിക്ക് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഒരു വസ്തുവിനെ പോലും കാണാൻ സാധിക്കുന്നില്ല. മഞ്ഞിറങ്ങാതെ ഇനി മുമ്പോട്ട് യാത്രയില്ലെന്ന് മനമുരുവിട്ടതും ശക്തമായ കാറ്റ് കാടിനെ പിടിച്ചു കുലുക്കിയിരുന്നു. ആ കാറ്റ് മഞ്ഞിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയിരുന്നു. യാത്ര ഒരു നിമിഷം പോലും മുടങ്ങാൻ പാടില്ലെന്ന് ആരോ ആഗ്രഹിക്കുന്നത് പോലെ അലോഷിക്ക് തോന്നി. ഇപ്പോൾ വഴി വളരെ വ്യക്തമാണ്. പണ്ട് സുന്ദരമായി നിന്നിരുന്നു എന്ന് തോന്നിച്ച ആ കാനന വീഥി മനുഷ്യനടപ്പില്ലാതെ കാട് ആക്രമിച്ചിരുന്നു. വിഷമുള്ളുകൾ നിറഞ്ഞ ചെടികളും ഉയർന്ന മരത്തിലെ ചില്ലുകളിൽ നിന്നും താഴേക്കിറങ്ങി നിൽക്കുന്ന വള്ളിപ്പടർപ്പുകളും ഇപ്പോൾ വ്യക്തമാണ്. ഇനി യാത്ര തുടരുക തന്നെ. കാടിനുള്ളിൽ എവിടെയാണ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. വില്യം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പണ്ട് കോർഡോവയിൽ നിലനിന്നിരുന്ന അനേകം വീടുകൾക്കും ഇപ്പോൾ നാശമായി കിടക്കുന്ന ആ ദേവാലയത്തിനും അടുത്താണ് മാർത്ത ബംഗ്ലാവ്. എന്തായാലും മുമ്പോട്ട് നടക്കുക എന്ന ചിന്ത മാത്രമേ അലോഷിക്കുണ്ടായിരുന്നുള്ളൂ. പൂർണ്ണമായും ജട പിടിച്ചു കിടക്കുന്ന കാടിന്റെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും അഴുകിയ മാംസത്തിന്റെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറിക്കൊണ്ടിരുന്നു. ഏകദേശം കാടിന്റെ മധ്യഭാഗത്ത് എത്തിക്കാണണം. ഇരുട്ടിന്റെയും തണുപ്പിന്റെയും തീവ്രത അതികഠിനമാണ്. അപ്പോഴാണ് അലോഷി നിലവിളിച്ചുകൊണ്ടുള്ള ആ ശബ്ദം കേൾക്കുന്നത്. കേട്ടത് ഒരു മനുഷ്യ ശബ്ദം തന്നെ. വില്യം പറഞ്ഞതനുസരിച്ച് ഇവിടെ ഒരു മനുഷ്യജീവി പോലും വസിക്കുന്നില്ല. ഒരു നിമിഷം ശരീരം നിലച്ചുപോയ ഒരവസ്ഥയിലായിരുന്നു അവൻ. ഉൾക്കാട്ടിലാണ് ഏറെ പ്രശ്നം. വില്യം തനിക്ക് നൽകിയ സൂചനകളിൽ ഒന്ന് എവിടെ നിന്നോ തൻ്റെ കാതുകളിൽ വന്ന് ഭവിക്കുന്നത് പോലെ അവന് തോന്നി. ഉദ്ദേശം ശരിയാണെങ്കിൽ താനിപ്പോൾ നിൽക്കുന്നത് കാടിൻ്റെ ഉൾപ്രദേശത്താണ്.
അദൃശ്യതയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന നായ്ക്കളുടെ ശബ്ദം കൂടിയിരുന്നു. അവ അടുത്തേക്കായി വരികയാണോ? അലോഷി ശബ്ദം കേട്ട ദിശയിലേക്ക് ഒരു വിറയലോടെ നടന്നു നീങ്ങി. മുമ്പോട്ട് മാത്രം സൂക്ഷിച്ചു നോക്കി. കരികിലുകളിൽ ചവിട്ടിപ്പോകവേ എന്തോ ഒന്ന് അവൻ്റെ കാലുകളിൽ തടഞ്ഞിരുന്നു. വിറച്ചുകൊണ്ട് അവൻ താഴേക്ക് നോക്കി. ആ കാഴ്ച അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഭയം കൊണ്ട് 2 ചുവടുകൾ പിന്നോട്ട് വെച്ച അലോഷി നിലത്ത് വീണുപോയി. അല്പം മുമ്പ് കാടിനു മുമ്പിൽ തന്നെ എത്തിച്ച് മടങ്ങിപ്പോയ വില്യമാണത്. ചലനമറ്റ ആ ശരീരം എന്തോ ഭയാനകമായ കാഴ്ച കണ്ടെന്ന പോലെ കണ്ണുകൾ വികസിച്ചിരുന്നു. വില്യം എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ അയാൾ ഇന്ന് ജീവനോടെ ഇല്ല. വില്യമിൻ്റെ ശരീരമാകെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പച്ച നിറത്തിൽ മിന്നൽ പിണറുകൾ പോലെ പറന്നു കിടന്നിരുന്നു. കണ്ണുകളിൽ നിന്നും രക്തം വരാൻ തുടങ്ങിയിരുന്നു. വീണ്ടും മുമ്പ് അനുഭവപ്പെട്ട അതേ മാംസത്തിൻ്റെ രൂക്ഷ ഗന്ധം അവിടെ ആകെ പരന്നു തുടങ്ങി. പിന്നെ അവൻ കാണുന്നത് ആ ശരീരം നിമിഷ നേരം കൊണ്ട് തന്നെ മാംസവും രക്തവും വറ്റി അസ്ഥി മാത്രമായി തീരുന്നതാണ്. അലോഷിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നായ്ക്കളുടെ ശബ്ദം അടുത്തുകൊണ്ടിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് അവന് ബോധ്യമായി. വില്യം കണ്ട ഏതോ ഭീകര രൂപം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവണം. പിന്നീട് അലോഷി അവിടെ നിൽക്കാൻ തയ്യാറായില്ല. നിലത്തു വീണ റാന്തൽ വെളുക്കമായി അയാൾ പിന്നെ ഓടുകയായിരുന്നു. പരിഭ്രാന്തിയിൽ ദിശയൊന്നും അലോഷിക്ക് ആവശ്യമായി തോന്നിയില്ല. പിന്നീടാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. താൻ നടന്നു നീങ്ങിയ തനിക്ക് പിന്നിലുള്ള വഴിയെല്ലാം മറഞ്ഞിരിക്കുകയാണ്. വലിയൊരു മറ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തെന്ന് വ്യക്തമല്ല. അലോഷിക്കൊരു കാര്യം പൂർണ്ണമായും ബോധ്യമായി. ഇനി നിധി തേടാതെ തിരിച്ചു പോകാൻ സാധ്യമല്ല. ആരോ തൻ്റെ വരവ് ആഗ്രഹിക്കുന്നു. ഭയം കൊണ്ട് ഒന്ന് ഉരിയാടാനോ ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കാനോ അലോഷിക്കാകുമായിരുന്നില്ല. ഇനി മുമ്പോട്ട് തന്നെ തൻ്റെ വഴി. ഏന്തി വലിഞ്ഞ് മുമ്പോട്ട് നടക്കുമ്പോൾ വില്യമിൻ്റെ മരവിച്ച ശരീരം മാത്രമായിരുന്നു അലോഷിയുടെ മനസ്സിൽ. വില്യം എന്തിനാകും എനിക്ക് പുറകെ വന്നത്? ഒരുപക്ഷെ തന്നെ സഹായിക്കാനാകണം. എങ്കിലും അയാൾക്ക് എന്താകും സംഭവിച്ചിരിക്കുന്നത്? അയാൾ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു. മകനെ കാത്തിരിക്കുന്ന ആ സാധു സ്ത്രീ ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? ഇതെല്ലാം ആലോചിച്ച് മനസ്സ് പുകച്ച് നടന്നു നീങ്ങിയ അലോഷി പിന്നീട് കാണുന്നത് ഇടിഞ്ഞു വീഴാറായ ഒരു പഴയ വീടാണ്. വൻമരങ്ങളിൽ നിന്നും ആഴ്ന്നിറങ്ങിയ വള്ളിപ്പടർപ്പുകൾ ഭവനത്തിൻ്റെ മുകൾ ഭാഗവും പഴകിയ ഭിത്തിയും ഏറെക്കുറെ മറച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും സൂചനകളോ തെളിവുകളോ ഇവിടെ നിന്നും കിട്ടിയാലോ എന്ന ചിന്ത മാത്രമാണ് അലോഷിയെ മിടിക്കുന്ന ഹൃദയത്തോടെ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പ്രേരിപ്പിച്ചത്. ഇടുങ്ങിയ കൽപ്പടവുകൾ ചവിട്ടി പൊളിഞ്ഞു കിടക്കുന്ന കവാടത്തിലൂടെ അലോഷി വീടിനുള്ളിൽ പ്രവേശിച്ചു. ഏതോ സാധു കുടുംബം ഒരിക്കൽ സന്തോഷത്തോടെ വസിച്ച ഒരു വീടാണതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഭിത്തിയിൽ നിറഞ്ഞു നിന്നിരുന്ന കരവിരുതുകളും പഴകി ദ്രവിച്ച തുണി കഷ്ണങ്ങളും കുട്ടികളും അവിടെ വസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ്. പക്ഷെ തൻ്റെ യാത്രയ്ക്ക് പ്രയോജനകരമാവുന്ന ഒന്നും തന്നെ അവൻ അവിടെ നിന്നും കിട്ടിയിരുന്നില്ല. അവിടെ നിന്നും പുറത്തിറങ്ങിയ അലോഷി ആ വീടിനോട് തന്നെ ഉപമിക്കാവുന്ന തരത്തിലുള്ള അനേകം വീടുകൾ വീണ്ടും കണ്ടെത്തി. പണ്ട് ആരൊക്കെയോ സ്വൈര്യജീവിതം നയിച്ചിരുന്ന പ്രദേശം ഇന്നിവിടം ശൂന്യമാണ്. ക്ഷീണം നന്നേയുണ്ട്. അല്പസമയം ഇവിടെ വിശ്രമിക്കുക തന്നെ എന്ന ചിന്ത അലോഷിയെ ആ പഴയ വീടിന് മുമ്പിൽ തന്നെ ഇരുത്തിക്കളഞ്ഞു. കാടിനുള്ളിൽ തന്നെ വാസസ്ഥലം കണ്ടെത്താതിരിക്കുക. വില്യം തനിക്ക് തന്ന മറ്റൊരു ഉപദേശം അലോഷിയെ നൊടിയിടയിൽ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു. കേട്ടതെല്ലാം സത്യമാണെങ്കിൽ ഇനിയുള്ളത് ആ പൊളിഞ്ഞ പള്ളിയാണ്. അതിന് പിന്നിൽ ശവപ്പറമ്പും, ശവപ്പറമ്പിന് പിന്നിലായി മാർത്ത ബംഗ്ലാവും. മരങ്ങൾ കൂട്ടമായി നിന്ന ആ പ്രദേശത്ത് അല്പം കൂടി മുന്നിലായി ആകാശം കുറച്ചുകൂടി വ്യക്തമായി കാണാം. ഒരുപക്ഷെ അവിടെ ആയിരിക്കണം ആ ദേവാലയം. അവിടേക്ക് ചലിക്കുക തന്നെ. മനസ്സിൽ അലോഷി എല്ലാം പറഞ്ഞുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. കല്ലുകളും വിഷമുള്ളുകളും നിറഞ്ഞ പാതയിലൂടെ ക്ലേശകരമായിട്ടാണെങ്കിലും അലോഷി അവിടേക്കെത്തി. അലോഷിയുടെ ഊഹം ശരിയായിരുന്നു. ഇടിഞ്ഞു വീഴാറായ ദേവാലയത്തിന് മുകളിൽ മരത്തലപ്പുകളുടെ ശല്യം തീരെയില്ല. അതിനാൽ തന്നെ ആകാശത്തിൽ വിരിഞ്ഞ ചന്ദ്രന് പൂർണ്ണഗോളമാണെന്ന് അവന് മനസ്സിലായി. പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്ന രാത്രികളിൽ ആത്മാക്കൾക്ക് ശക്തി കൂടുമെന്ന് പലരുടെയും വാമൊഴിയിലൂടെ കേട്ട പരിചയം അവന് വേണ്ടുവോളമുണ്ട്. ദേവാലയത്തിന് മുമ്പിലായി നിറം മങ്ങി കറുത്തു കിടക്കുന്ന പ്രവേശന കവാടത്തിലെ രണ്ടറ്റങ്ങളിലും സമാധാനത്തിന് മാലാഖമാരുടെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ദണ്ഡുമായി നിൽക്കുന്ന അവരുടെ മുഖം തീർത്തും ക്രൂരത ഉളവാക്കി. കവാടത്തിലെ ഗേറ്റ് തള്ളി തുറന്നകത്തെത്തിയാൽ വിശാലമായ മുറ്റമായി. മുറ്റം കഴിഞ്ഞാൽ നെറുകയിൽ ഒടിഞ്ഞു തൂങ്ങിയ കുരിശോടെ കാണപ്പെടുന്ന ഭീമാകാരനായ ദേവാലയം. ദേവാലയത്തിന് വാതിലുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ജീർണിച്ച അവസ്ഥയിലാണ്. എന്തായാലും ഒന്ന് നോക്കുക തന്നെ. അവൻ തന്റെ വിറയാർന്ന കാലുകൾ ദേവാലയത്തിനെ ലക്ഷ്യം വെച്ചു. മുറ്റം നിറയെ ചെറിയ കുറ്റിച്ചെടികൾ മെത്ത വിരിച്ചു കിടക്കുകയാണ്.
തുറന്നു കിടന്ന ജനൽപാളിയിലൂടെ അകത്തേക്ക് നോക്കിയ അലോഷിക്ക് അത്ഭുതമാണ് തോന്നിയത്. ദേവാലയത്തിന് പുറംവശം പഴക്കം ചെന്നതും പൊട്ടിപ്പൊളിഞ്ഞതുമാണെങ്കിൽ ഉൾവശം പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സമീപത്ത് തന്നെ ആ ദേവാലയത്തിൻ്റെ എന്ന് തോന്നിപ്പിക്കും വിധം ശവപ്പറമ്പ് നീല നിലാവെളിച്ചത്തിൽ വ്യക്തമായി കാണാം. ശവപ്പറമ്പിന് പിറകിലായി പൈൻ മരമെന്ന് തോന്നിക്കുന്ന മരങ്ങളുടെ കാടാണ്. ഇരുട്ടിൽ അവയെല്ലാം അവ്യക്തമായിരുന്നു. ശവപ്പറമ്പിൽ മാത്രം മൂടൽ മഞ്ഞുണ്ട്. അപ്പോഴാണ് അലോഷി ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ശവപ്പറമ്പിലെ ഒരു കല്ലറയിൽ നിന്നും മുഖം വ്യക്തമല്ലാത്ത ഒരു രൂപം തനിക്ക് നേരെ നോക്കി നിൽക്കുകയാണ്. തീർത്തും നിശ്ചലമാണ് ആ രൂപം. തൻ്റെ കടന്നുവരവനായി ആകുമോ ആ രൂപം കാത്തിരിക്കുന്നത്? ഭയത്തിൻ്റെ ആഴം വീണ്ടും കൂടിയിരിക്കുന്നു. നിശ്ചല അവസ്ഥയിൽ നിന്നും അതിപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്ന ശവപ്പറമ്പിന് ചുറ്റും വലം വയ്ക്കുകയാണ്. ആ രൂപം പറക്കുന്ന ഇരുദിശകളിലെയും മരങ്ങളും ഇലകളും ആടി ഉലയുകയാണ്. ഇവിടെ നിന്നും പോകാമെന്ന തീരുമാനം അവനിൽ ഉടലെടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. ഉദ്ദേശം ശരിയാണെങ്കിൽ ആ പൈൻ മരക്കാടിന് പിന്നിലായിരിക്കണം മാർത്ത ബംഗ്ലാവ്. പള്ളിക്കവാടത്തിന് പുറത്തു നിന്നും പോലെ വളഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ വഴി അവിടേക്കുള്ളതാവണം. എന്തായാലും നോക്കുക തന്നെ. മിടിക്കുന്ന ഹൃദയത്തോടെ അലോഷി അവിടേക്ക് നടക്കുമ്പോഴും ശവപ്പറമ്പിൽ ആ രൂപം അപ്പോഴും വലം വെച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്തു. വലിയൊരു ബംഗ്ലാവ് തന്നെ. ബംഗ്ലാവിലേക്കുള്ള അവൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ മിന്നലുകൾ ഭൂമിയിലേക്ക് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ കുതിച്ചിറങ്ങി. പുറത്തുനിന്നും നോക്കുമ്പോൾ തീർത്തും വ്യത്യസ്തമായിരുന്നു ബംഗ്ലാവും പരിസരവും. വിശാലമായ ആ മുറ്റത്തിൻ്റെ അതിരുകളിൽ പല വിധത്തിലുള്ള പൂമരങ്ങൾ നിലനിന്നിരുന്നു. അവയെല്ലാം കാടിൻ്റെ ആക്രമണം മൂലം അഭംഗിയിൽ കുളിച്ചു നിൽക്കുകയാണ്. ഒഴിഞ്ഞ മരങ്ങളുള്ള മുറ്റമായതിനാൽ തന്നെ നീല നിലാവിൻ്റെ വെളിച്ചത്തിൽ മാർത്ത ബംഗ്ലാവ് അവ്യക്തമായിട്ടാണെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അലോഷി വീണ്ടും ചുവടുകൾ മുമ്പോട്ട് വെച്ചു. പകുതി പൊളിഞ്ഞതും പായലിൻ്റെ ആക്രമണവും ബാധിച്ച ആ മതിൽക്കെട്ടിലെ ഗേറ്റിന് മുമ്പിൽ എന്തോ ഒന്ന് വെള്ള പൂശി എഴുതിയിട്ടുണ്ട്. അവൻ റാന്തൽ അതിലേക്ക് അടുപ്പിച്ച് എഴുതിയത് വായിക്കാൻ ശ്രമിച്ചു. മാർത്ത ബംഗ്ലാവ്. ആ പേരവനെ ഭയപ്പെടുത്താൻ കെൽപ്പുള്ളതായിരുന്നു. ഇന്ന് മരണത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്ന മാർത്തയുടെ ആവാസകേന്ദ്രത്തിലേക്കാണ് ഏതാനും ചുവടുകൾ കൂടി മുമ്പോട്ട് വെച്ചാൽ എത്തിപ്പെടുന്നത്. എന്തായാലും അവിടേക്ക് എത്തുക തന്നെ. ബംഗ്ലാവിൻ്റെ മുറ്റത്തു നിന്നും നോക്കിയാൽ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒടിഞ്ഞു തൂങ്ങിയ കുരിശ് കാണാൻ കഴിയുന്നുണ്ട്. 3 വശങ്ങളിലും മതിലുകൾ എന്നതുപോലെ നിരനിരയായി അമ്പരചുംബിയെന്ന് തോന്നിപ്പിക്കുന്ന വൻ മരങ്ങൾ. ഒരാൾ പിടിച്ചാലെത്താത്ത കനമുണ്ട് ഇവയുടെ അടിഭാഗത്തിന്. അടുത്തേക്ക് ചെല്ലും തോറും ബംഗ്ലാവിൻ്റെ ഭീകരത കൂടിക്കൊണ്ടേയിരുന്നു. കറുത്തിരണ്ട ഭിത്തികളിൽ കൂടുതലും 8 കാലുകളുടെ ശല്യമാണ്. കറുത്ത് സാമാന്യം വലുപ്പമുള്ള അവയുടെ കാലുകളിൽ രോമങ്ങൾ കിളിർത്ത് നിൽക്കുന്നുണ്ട്. റാന്തലിൻ്റെ പ്രകാശത്തിൽ അവയുടെ കണ്ണുകൾ തിളങ്ങുമ്പോൾ അവയെ ഒരു ഹിംസമൃഗത്തെ പോലെ അലോഷിക്ക് തോന്നി. ബംഗ്ലാവിൻ്റെ മുൻവശത്തെ വാതിലുകൾ തുറന്ന അവസ്ഥയിലായിരുന്നു. പുറത്തുനിന്നും നോക്കിയാൽ ഉൾവശം കാണാനേ സാധിക്കുകയില്ല. മരവിച്ച മനസ്സോടെ അവൻ ബംഗ്ലാവിനുള്ളിലേക്ക് കാലെടുത്തു വെച്ചു. ഇടിമിന്നലുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നും കാറ്റ് വീശിയടിച്ചും മാർത്ത ബംഗ്ലാവിലേക്കുള്ള അവൻ്റെ കടന്നുവരവിനെ സ്വാഗതം അറിയിച്ചു. ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന അവിടെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കണം ഒരു പ്രകാശം കടന്നു ചെന്നത്. പ്രകാശത്തിൻ്റെ സ്വർണ്ണ വെളിച്ചം അവിടെ മാകെ പരന്നു കിടന്നു. മാർത്തയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഇവിടെയാണ്. ഒരുപക്ഷെ തൻ്റെ മരണവും ഇവിടെയാകും. ഭയം മൂലം കുറേ നേരം നിന്ന നിൽപ്പിൽ തന്നെ പ്രകാശം എത്തുന്ന ഭാഗത്തേക്കെല്ലാം അവൻ കണ്ണോടിച്ചു. പക്ഷേ അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നത് അലോഷിക്ക് ആത്മവിശ്വാസം പകരുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ പയ്യെ പയ്യെ ധൈര്യം കടന്നു വന്നു. പതിയെ അവിടെ മാകെ ഒന്ന് ചുറ്റിക്കാണാമെന്ന തീരുമാനത്തിൽ എത്താൻ അലോഷിക്ക് പിന്നീട് ആലോചിക്കേണ്ടി വന്നില്ല. കേട്ടറിവിൽ നിന്നും വ്യത്യസ്തമാണ് ബംഗ്ലാവിലെ അനുഭൂതി. കരിപിടിച്ചതും നാശമായതുമായ അന്തരീക്ഷമാണെങ്കിലും സമാധാനം തളം കെട്ടി കിടക്കുന്നുണ്ട്. സ്വീകരണ മുറിയിലും കിടപ്പുമുറികളിലും തണുപ്പകറ്റാനുള്ള നെരിപ്പോട്. ഭിത്തികളിൽ പല മൃഗങ്ങളുടെ തലകളും കൊമ്പുകളും പല്ലുകളും കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ആകെ ഒരു ആഡംബരമയം. ഇതുവരെയും അസ്വാഭാവികമായി ഒന്നും ഉണ്ടാകാതെ ഇരുന്നത് അവൻ്റെ മനസ്സിലെ ഭയത്തെ പൂർണ്ണമായും തുടച്ചു നീക്കിയിരുന്നു. മാർത്ത മരിക്കുമ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ബംഗ്ലാവിൽ തന്നെ എവിടെയോ ആ അജ്ഞാതമായ നിധി ഒളിഞ്ഞു കിടപ്പുണ്ട്. ബംഗ്ലാവിൻ്റെ ഓരോ മൂലയും അരിച്ചു പെറുക്കിയെങ്കിലും അലോഷിയുടെ അന്വേഷണങ്ങളൊന്നും ഫലം കണ്ടില്ല. അവൻ ആകെ തളർന്നിരുന്നു. വിശപ്പും ദാഹവും നന്നേയുണ്ട്. സ്വീകരണ മുറിയിലെ ആ പഴയ ചാരുകസേരയിൽ അവൻ ഒരു നിമിഷം ഇരുന്നു പോയി. എവിടെയാണ് ആ നിധി? എന്താണ് ആ നിധി? ഈ ചിന്തകൾ മനസ്സിലിട്ട് പുകച്ചിരിക്കുമ്പോഴാണ് തൻ്റെ കണ്ണിൽ പെടാതെ പോയ ആ മുറി അവൻ കാണുന്നത്. അവിടേക്ക് കടന്നു ചെന്ന് അവൻ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. മുറിയിൽ ആകെയുള്ളത് പഴകി ദ്രവിച്ച ഒരു മേശയും അതിനടുത്തായി ഒരു പഴയ കസേരയുമാണ്. അവിടെ തന്നെ ഒരു ഡയറിയും ഇരിപ്പുണ്ട്.
മേശയ്ക്ക് താഴെയായി തന്നെ അനേകം മനുഷ്യരുടെ അസ്ഥികൂടങ്ങളാണ് കിടക്കുന്നത്. വന്നവരെല്ലാം മരിച്ചത് ഇവിടെ ഈ മുറിയിൽ നിന്നുമാകണം. പകൽ പോലും പ്രകാശം കടത്തിവിടാത്ത ആ മുറിയിലാണ് ഇപ്പോൾ താനും നിൽക്കുന്നത്. അപ്പോഴാണ് വില്യം പറഞ്ഞത് അവന് ഓർമ്മ വന്നത്. മാർത്തയെ ഇരുട്ടറയിൽ പൂട്ടിയിട്ടിരുന്നു. നിധി കണ്ടെത്താനായി അവളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചിരുന്നത് ഒരു ഇരുട്ടറയിലാണ്. ഒരുപക്ഷെ ആ മുറി ഇവിടെയാകാം. പൂട്ടിക്കിടന്ന നാളുകളിൽ അവൾ തൻ്റെ ഡയറിയിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയും ചെയ്തെന്ന് വില്യം പറഞ്ഞിരുന്നു. ഇതെല്ലാം മനസ്സിലൂടെ കടന്നുപോയ ആ നേരത്താണ് പൊടുന്നനെ വലിയൊരു ശബ്ദത്തോടെ ആ ഇരുട്ടറയുടെ വാതിൽ അടഞ്ഞത്. ഓടി വാതിലിനടുത്തെത്തിയ അലോഷ്യ അതിൽ ശക്തിയായി പ്രഹരിച്ചു. "ആരാണ്? തുറക്കൂ!" പക്ഷെ വാതിൽ തുറക്കുകയോ മറുവശത്തു നിന്നും ഒരു ശബ്ദം പോലും ഉണ്ടാവുകയോ ചെയ്തില്ല. ഭയം മൂലം തൻ്റെ രക്തം തണുത്തുറഞ്ഞതുപോലെ അലോഷ്യയ്ക്ക് തോന്നിച്ചു. എന്നിരുന്നാലും മാർത്ത തൻ്റെ ഡയറിയിൽ എന്താണ് കുറിച്ചതെന്നറിയാനുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിൽ ഓളം തട്ടുന്നുണ്ടായിരുന്നു. അലോഷ്യ വിറയലോടെ ഡയറിയുടെ അടുത്തേക്ക് ചലിച്ചു. പഴകിയ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അവൻ റാന്തൽ മേശയ്ക്ക് മുകളിലായി വെച്ചു. മാർത്ത മരിക്കുമ്പോൾ എഴുതിയ ആ രക്തം കൊണ്ടുള്ള എഴുത്ത് ഇപ്പോഴും മായാതെ ഭിത്തിയിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. "നിങ്ങൾക്കായുള്ള നിധി ഇവിടെ തന്നെയുണ്ട്." അവൻ ചുറ്റുപാടും ഒന്ന് നോക്കി. താൻ ഇരിക്കുന്ന മേശയും കസേരയും ഡയറിയും അല്ലാതെ പിന്നെ അവിടെയുള്ളത് മനുഷ്യന്റെ അസ്ഥികൂടങ്ങളാണ്. ഒരു പക്ഷെ തനിക്ക് മുമ്പ് നിധി തേടി വന്നവരാകും ഇവർ. അതല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ആ നിധി കണ്ടെത്താൻ സാധിച്ചിരുന്നോ? എന്തായിരുന്നു അത്? അവർ എങ്ങനെയാണ് മരിച്ചത്? ഇതെല്ലാം അലോഷ്യയുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി കിടന്നു. വിറയാർന്ന കൈകളോടെ അവൻ മാർത്തയുടെ ഡയറി തുറന്നു. അതിൽ ആമുഖം എന്ന പോലെ ഇങ്ങനെ എഴുതിയിരുന്നു: "ഞാൻ മാർത്ത, മറ്റുള്ളവരുടെ അത്യാഗ്രഹം മൂലം സ്വയം മരിക്കാൻ വിധിക്കപ്പെട്ടവൾ. നിങ്ങൾ ഇത് വായിക്കുമ്പോഴേക്കും ഞാൻ മരിച്ചിരിക്കും. നിധി കണ്ടെത്താനും എന്തെന്നറിയാനും ഈ കുറിപ്പുകൾ നിങ്ങൾക്ക് സഹായകമാവട്ടെ. ആദ്യത്തെ താളിൽ നിന്നും താങ്കൾക്ക് വായിച്ചു തുടങ്ങാം. താങ്കൾ ഇപ്പോൾ എൻ്റെ അതിഥിയാണ്. അതിഥിക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നിരിക്കും." അവൻ ഡയറിയിലെ ആദ്യത്തെ താള് വായിച്ചു തുടങ്ങി. തലക്കെട്ടെന്ന പോലെ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: "വിശപ്പ്. വിശന്നിരിക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ഞാൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. മനഃപൂർവ്വമാണെങ്കിലും വിശപ്പിന്റെ വില അറിയാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഇന്ന് എൻ്റെ അതിഥിയായ താങ്കളുടെ വിശപ്പകറ്റാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് മുമ്പിൽ രുചിയാർന്ന പഴങ്ങളും വീര്യം പകരാൻ മദ്യവും ഞാൻ നൽകുന്നു. വിശപ്പകറ്റിയ ശേഷം താങ്കൾക്ക് അടുത്ത താളിലേക്ക് പോകാം." അലോഷ്യയെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ശൂന്യമായ മേശപ്പുറത്ത് ഡയറിയിൽ വായിച്ചതുപോലെ വിളഞ്ഞ പഴങ്ങളും വീര്യം പകരാൻ മദ്യവും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വിശപ്പും ക്ഷീണവും മതിയായി ഉണ്ടായിരുന്ന അവൻ ആക്രാന്തത്തോടെ അവയെല്ലാം അകത്താക്കി. ആശ്ചര്യത്തോടെ അവൻ താളും മറിച്ചു. പ്രകാശം. പ്രകാശം എനിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. എൻ്റെ പിതാവിൻ്റെ അതേ രീതിയിൽ ജീവിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഇരുട്ടിന്റെ മറവിൽ നിന്നും തൻ്റെ അമാനുഷിക ശക്തികളാൽ എൻ്റെ പിതാവ് ആത്മാക്കളെ വിളിച്ചു വരുത്തി മോക്ഷം കൊടുക്കുന്നത് വഴി ആത്മാക്കൾ അദ്ദേഹത്തിന് മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. എനിക്കും അതായിരുന്നു ഇഷ്ടം. ആ അനുഗ്രഹങ്ങളെല്ലാം അദ്ദേഹം നാടിൻ്റെ നന്മയ്ക്കായി ഉപയോഗിച്ചു. എന്നിലെ ആഗ്രഹവും തിരിച്ചറിഞ്ഞതിനാലാവണം എനിക്കും ചില പാഠങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു തന്നിരുന്നു. പള്ളികളിലെ ശവപ്പറമ്പുകളിൽ ഇരുട്ടിനെ പ്രണയിച്ച് അലയാൻ മാത്രം വിധിക്കപ്പെട്ട അനേകം ആത്മാക്കൾ ഉണ്ടായിരുന്നത് ഞാൻ കണ്ടെത്തി. അവർക്കെല്ലാം മോക്ഷം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ താങ്കൾക്ക് എന്നെപ്പോലെ ആവാൻ കഴിയില്ലല്ലോ. താങ്കൾക്ക് ഈ ഇരുട്ടറയിൽ ഞാൻ പ്രകാശം നൽകുകയാണ്. ഞൊടിയിൽ ഇരുട്ടറയിൽ കണ്ണിന് കുളിർമ നൽകും വിധം പ്രകാശം പകർന്നു. അലോഷ്യയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഡയറിയിൽ പറയുന്നതെല്ലാം സത്യമാവുകയാണ്. അടുത്ത താളിൽ എന്താണെന്ന് അറിയാനുള്ള ആവേശം അവനിൽ കൂടിയിരുന്നു. സമ്പത്ത്. ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുന്നത് വഴി അനേകം സൗഭാഗ്യങ്ങൾ ഞങ്ങളെ തേടിയെത്തി. തൻ്റെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് അവർ തരുന്ന അനുഗ്രഹത്താൽ കോർഡോവയിലെ ഓരോ പാവപ്പെട്ടവനും സാമ്പത്തികമായും സാംസ്കാരികമായും ഉയരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി കിട്ടിയ ഒരു വലിയ അവസരമായിരുന്നു മറീന എന്ന സാധു സ്ത്രീയുടെ ആത്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആ രഹസ്യം. പണ്ട് വഴിയാത്രകനായ ജൂതന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നിധിയായിരുന്നു അത്. ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയും തിന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാവുന്ന ഒരു നിധി. ഞങ്ങൾ അത് ഈ ലോകത്തിന്റെ നന്മയ്ക്കായി ഒരുക്കണമെന്ന് ആഗ്രഹിച്ചു. ആ നിധി എന്താണെന്നും എവിടെയാണെന്നും പുറത്തെറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്ത് ഞങ്ങൾ അത് മറച്ചു പിടിച്ചു. താങ്കൾക്ക് അടുത്ത താളിലേക്ക് പോകാം. അലോഷ്യയുടെ മനസ്സിൽ വീണ്ടും ആകാംക്ഷ കൂടി. അവൻ പൊടുന്നനെ അടുത്ത താള് മറിച്ചു കഴിഞ്ഞിരുന്നു. അത്യാഗ്രഹം.
എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രണയം. ഞാൻ ജീവനെ തുല്യം സ്നേഹിച്ച അലക്സ് എന്നിൽ നിന്നും നിധിയെപ്പറ്റി അറിയാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ എനിക്ക് പറയാൻ കഴിയുമായിരുന്നില്ല. മറീന പറഞ്ഞൊരു നിധിയാണ് എന്ന് മാത്രം ഞാൻ അവന് സൂചന നൽകി. അവിടെ നിന്നും അവൻ ഒരു അത്യാഗ്രഹിയായി മാറുകയായിരുന്നു. എന്നെയും പിതാവിനെയും വകവരുത്തി നിധി കണ്ടെത്താൻ അവൻ കോർഡോവയിലെ ഓരോ ജനങ്ങളോടും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മോഹിപ്പിച്ച് അത്യാഗ്രഹം വർദ്ധിപ്പിച്ചു. ഇതുവരെ ചെയ്ത നന്മകളെല്ലാം മറന്നുകൊണ്ട് അവരെല്ലാം ചേർന്ന് എൻ്റെ പിതാവിനെ വധിച്ചു. പക്ഷെ നിധി എന്താണെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നില്ല. ആ ദുഷ്ടന്മാരുടെ കയ്യിൽ അത് കിട്ടിയാൽ നാടിന് ആപത്തായിരുന്നു. പിന്നീട് എന്നിൽ നിന്നും അത് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. പിതാവിന്റെ മരണത്തിൽ മനം നൊന്ത് നിന്ന എന്നെ അവർ ക്രൂരമായി പീഡിപ്പിച്ചു. ഇരുട്ടറയിൽ പൂട്ടി. ഞാനും ഒന്നും പറയാൻ തയ്യാറായില്ല. കോർഡോവൻ നിവാസികളുടെ പെരുമാറ്റത്തിൽ ഞാൻ അമ്പരന്നു പോയിരുന്നു. എന്റെ സൗന്ദര്യവും നശിച്ചു. മുടികൾ ജട പിടിച്ചു. എനിക്ക് കിട്ടിയ തിരുനാളത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓരോന്ന് കുത്തി കുറിക്കുക മാത്രം ചെയ്തു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കായി ആ നിധിയെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ മാത്രം താങ്കൾക്ക് അടുത്ത താളിലേക്ക് പോകാം. അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട വാതിൽ തുറക്കുകയും അതുവഴി നിങ്ങൾക്ക് സമാധാനമായി പോവുകയും ചെയ്യാം. അലോഷിയുടെ മനസ്സ് തകർന്നു പോയിരുന്നു. മാർത്തയെ പോലെ ഒരു പാവം കുട്ടിയെ അവർ എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിച്ചത്? നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ച ഈ കുടുംബത്തെ അവർ കൊന്നുകളഞ്ഞില്ലേ? എന്തായാലും താൻ നിധിക്കരികിൽ എത്തിയിരിക്കുന്നു. ഇനി എന്തായാലും നിധി കണ്ടെത്തുക തന്നെ. വേഗം തന്നെ അവൻ അടുത്ത താളും മറിച്ചു. കോർഡോവയിലെ നിധി. ഇത് താങ്കൾക്കായി ഞാൻ നൽകുന്ന എൻ്റെ സമ്മാനമാണ്. എൻ്റെ മധുരമായ സമ്മാനം. പിതാവ് എനിക്ക് നൽകിയ വരം മൂലം അനേകം ആത്മാക്കളോട് ഞാൻ സംസാരിച്ചിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. അതിലൊരാളാണ് ജെനീറ്റ. സ്വന്തം ഭർത്താവിന്റെ കാമഭ്രാന്ത് മറ്റ് സ്ത്രീകളിലേക്കും അതിക്രമിച്ചതിനെ ചോദ്യം ചെയ്ത് അവളെ ആ ദുഷ്ടൻ കൊലപ്പെടുത്തുകയായിരുന്നു. അവളുടെ ആഗ്രഹം തൻ്റെ മകളെ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതും മറ്റൊരാൾക്കും ആ കാമവെറിയന്റെ ശല്യം ഉണ്ടാകാതിരിക്കുക എന്നതുമായിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആഗ്രഹ സാഫല്യത്തിന് ശേഷം ഞാൻ അവളോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നായിരുന്നു. നിധി തേടി ഇവിടേക്ക് വരുന്നവർക്ക് ഒരു തടസ്സവും ഉണ്ടാകാതെ ഇരിക്കണമെന്നും അവരെ പിന്തിരിപ്പിക്കാനോ സഹായിക്കാനോ മറ്റൊരാൾ എത്തിയാൽ അയാളെ വകവരുത്തുക എന്നതും. അലോഷി ഒരു നിമിഷം ഞെട്ടലോടെ വില്യംസിന്റെ മരണത്തെപ്പറ്റി ഓർത്തു. അയാളെ കൊന്നത് ജെനീറ്റിന്റെ ആത്മാവാണ്. അത് ഇന്നും തുടരുന്നുണ്ട്. ഭയം വീണ്ടും അവനിൽ പ്രവേശിച്ചു. വിറയാർന്ന ശരീരത്തോടെ അവൻ ബാക്കി വായിക്കാൻ ഡയറിയിലേക്ക് കണ്ണോടിച്ചു. പിന്നെയും ഞാൻ ഈ ഇരുട്ടറയിൽ ഇരുന്നു കൊണ്ട് അനേകം ആത്മാക്കളെ വിളിച്ചു വരുത്തി. എന്റെ ചിന്തകൾ ഭ്രാന്തമായിരുന്നു. കോർഡോവയിലെ ഓരോ ജനങ്ങളെയും ദ്രോഹിക്കാൻ ഞാൻ അവർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ ആത്മാക്കളെ ഞാൻ ഇതിനായി വിളിച്ചു വരുത്തി. അത്യാഗ്രഹമൂത്ത അവരെ എല്ലാം കൊന്നും ശല്യം ചെയ്തും നിത്യവും സംഹാര താണ്ഡവമാടട്ടെ. നിധിക്കായി എത്തുന്നവരെ അവർ ഒന്നും ചെയ്യില്ല. അവർക്കായി ആത്മാക്കൾ വഴിയൊരുക്കും. എന്റെ ഭ്രാന്ത് ഞാനിനി ഇവിടെ കുറിക്കുകയാണ്. ഒപ്പം നിധിയെ പറ്റിയും. അത്യാഗ്രഹം മൂലം നിധി തേടി വരുന്ന ഓരോ ആളുകളെയും മാർത്ത എന്ന ഞാൻ എൻ്റെ ആത്മാവ് വഴി കൊന്നൊടുക്കും. തല പിളർന്നും രക്തം ഒഴുക്കിക്കളഞ്ഞും ദിവസങ്ങളോളം പീഡിപ്പിച്ചും ആ അത്യാഗ്രഹികളെ എൻ്റെ ആത്മാവ് കൊന്നുകളയട്ടെ. മറീനയുടെ ആത്മാവ് ഞങ്ങൾക്ക് കാട്ടിത്തന്ന നിധി ഈ ഡയറി തന്നെയായിരുന്നു. ഇതിൽ എന്തെഴുതുന്നുവോ അത് സംഭവിച്ചിരിക്കും. നന്മ എഴുതിയാൽ നന്മയും തിന്മ എഴുതിയാൽ തിന്മയും സംഭവിച്ചിരിക്കും. താങ്കൾക്ക് ഇനി മരണത്തിലേക്ക് പോകാം. ഞാൻ വരികയാണ്. അലോഷി ഒരു ഞെട്ടലോടെ അത് വായിച്ചു നിർത്തി. ഇനി സംഭവിക്കാൻ പോകുന്നത് തൻ്റെ മരണമാണ്. ഓടിയും ബഹളം വെച്ചും പുറത്തേക്കിറങ്ങാൻ അവൻ പരിശ്രമിച്ചു. തനിക്ക് രക്ഷപ്പെടാൻ കിട്ടിയ അവസരം നിധി കൈക്കലാക്കാൻ വേണ്ടി അത്യാഗ്രഹം മൂലം നഷ്ടപ്പെടുത്തി. പിന്നീട് അവൻ്റെ ധമനികളിൽ നിന്നും രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങി. പ്രകാശം വീണ്ടും ഇരുട്ടിലേക്ക് വീണു. ഇരുട്ടിൽ നിന്നും എത്തിയ മാർത്തയുടെ ആത്മാവ് അലോഷിയുടെ ശരീരം കീറി മുറിച്ചു. നിധി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പുറം ലോകത്തോട് പറയാനാവാതെ അടുത്ത അതിഥിയും മരിച്ചു കഴിഞ്ഞു. ഇതേ സമയം ശരീരം വേർപെട്ട വില്യംസിന്റെ ആത്മാവ് ആരും തുണക്കില്ലാത്ത തന്റെ അമ്മയുമായി മരിച്ചവരുടെ ലോകത്തേക്ക് യാത്രയായിരുന്നു. അവിടെ അവർ സന്തോഷവാനും സന്തോഷവതിയുമായിരുന്നു. ഭൂമിയിൽ കിട്ടാത്ത സൗകര്യങ്ങൾ അവർക്ക് അവിടെ നിന്നും ലഭിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അക്ബാര എന്ന കൊച്ചു സ്ട്രീറ്റിലെ പുലരിയിൽ പത്രപാരായണത്തിലായിരുന്നു ആ കുതിരവണ്ടിക്കാരൻ. ധോവരയിലെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. മോഷണശ്രമം കണ്ടതിനെ തുടർന്ന് കുട്ടിയെ കൊല ചെയ്യുകയായിരുന്നു. കൊലപാതകം നടത്തിയ അലോഷി എന്ന വ്യക്തിയെ കണ്ടുപിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അലോഷി കുറച്ച് ദിവസങ്ങൾ മുമ്പ് മുതൽ ഒളിവിലാണ്.
വാർത്ത വായിച്ചു തീർന്നതും ആരോ തന്നെ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് അയാൾ ശബ്ദത്തിന്റെ ഉറവിടത്തിലേക്ക് നോക്കിയത്. എന്നെ നിങ്ങൾക്കൊന്ന് സഹായിക്കാമോ? എനിക്ക് പോകേണ്ടത് കോർഡോവയിലെ ബംഗ്ലാവിലേക്കാണ്. നിധിക്കായി അടുത്ത ഇരയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിധി തേടിയെത്തുന്ന അതിഥികളെ കാത്ത് മാർത്ത ബംഗ്ലാവിൽ അജ്ഞാത നിധി ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നു.